എവരിവൺ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറി കൺസെപ്റ്റുകളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു C++ പ്രോഗ്രാം എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കമ്പൈൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്ന അതായത് ഒരു സിമ്പിൾ ഒരു C++ പ്രോഗ്രാം എങ്ങനെയാണ് അതിൻ്റെ ഒരു സിൻറ്റാക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. എങ്ങനെയാണ് ഒരു C++ പ്രോഗ്രാം എഴുതേണ്ടത്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, പിന്നെ അതിനകത്ത് ഉള്ളിൽ വരുന്ന കൺസെപ്റ്റുകൾ നമ്മൾ ഓരോ പ്രോബ്ലംസിനനുസരിച്ചും ലോജിക്കലി നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടീമിന് പുതുതായിട്ട് C++ പ്രോഗ്രാം പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും മസ്റ്റ് വാച്ച് വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു C++ പ്രോഗ്രാം, എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തായിട്ടുള്ളത്. നമ്മൾ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്തറിയണം, എങ്ങനെയാണ് ഇത് റൈറ്റ് ചെയ്യുന്നത്, കമ്പൈൽ ചെയ്യുന്നത്, റൺ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു C++ പ്രോഗ്രാം സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടർബോ C++ അല്ലെങ്കിൽ ഇതിൻ്റെ കൺസോള് ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് അതിനകത്താണ് നമ്മൾ ഈ കോഡ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് #include iostream.h. അതാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഹെഡർ ഫയൽ എന്നാണ് പറയുക. പിന്നെ വരുന്ന ഒന്നാണ്, അതും ഒരു ഹെഡർ ഫയലാണ്, #include conio.h. ഇതും ഹെഡർ ഫയൽ. ഇവിടെ നമ്മൾ 2 ഹെഡർ ഫയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോ കൺസെപ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനനുസരിച്ച് ഹെഡർ ഫയൽസും ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഓരോ ഫങ്ഷൻസിനും അതായത് ചില ഫങ്ഷൻസ് ചില ഹെഡർ ഫയൽസിനകത്താണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ CLR SCR എന്ന് പറയുന്നത് ഇതിനകത്ത് conio.h എന്ന ഹെഡർ ഫയലിലാണുള്ളത്. getch എന്ന് പറയുന്നത് conio.h ഹെഡർ ഫയലിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ conio.h ഹെഡർ ഫയൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫങ്ഷൻസൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ ഫെയിലായി പോവും, അല്ലെങ്കിൽ എററായിട്ട് മാറും. കാരണം അതാണ് അതിൻ്റെ റൂൾ. അതായത് ആ ഹെഡർ ഫയലിനകത്താണ് എന്തുള്ളത്, ഈ ഒരു ഫങ്ഷൻസൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഹെഡർ ഫയൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കണം. അതേപോലെ iostream പറഞ്ഞ ഹെഡർ ഫയൽ ഉണ്ട്. അതിനകത്താണ് നമ്മളുടെ ഈ cout, cin എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫങ്ഷൻസ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി, നമ്മളിപ്പോൾ 2 ഹെഡർ ഫയൽസ് കൊടുത്തു, #include iostream.h, #include conio.h. ഇനിയാണ് നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടുകൂടി പ്രോഗ്രാം സ്റ്റാർട്ടാവും. കേളി ബ്രേസ് നമ്മൾ ഓപ്പൺ ചെയ്യണം, മസ്റ്റാണ്. സിയിലായാലും C++ലായാലും ഒക്കെ ഈ കേളി ബ്രേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ സ്ക്രീന് ക്ലിയർ ചെയ്യാൻ പോകണം. അതിനാണ് CLR SCR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ അത് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇടണം കേട്ടോ. അതൊക്കെ മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ CLR SCR എന്ന് പറഞ്ഞത് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാനാണ്. ഓൾറെഡി അതിനകത്ത് എന്തെങ്കിലും പ്രിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഫ്രഷ് സ്ക്രീനായിട്ട് കിട്ടും. പിന്നെ വരുന്നത് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് cout എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യാണ് ഇവിടെ വേണ്ടത്. വെൽക്കം ടു C++ പ്രോഗ്രാമിംഗ്. അതാണ് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ cout എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു സെമിക്കോളൻ ഇടാണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിത് സിമ്പിളായിട്ട് നമ്മൾ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യായതുകൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കേട്ടോ. ശരിക്കും ഓരോ പ്രോബ്ലത്തിനനുസരിച്ചും അതിൻ്റെ ലോജിക്കിനനുസരിച്ച് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ വലിയ പ്രോഗ്രാംസൊക്കെ അത് വെച്ച് ചെയ്യാനുണ്ട്. പിന്നെ വരുന്നതാണ് getch. നമ്മൾ പറഞ്ഞു conio.hലുള്ള ഒരു ഫംഗ്ഷനാണ്. നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീൻ ഇങ്ങനെ ഓപ്പണായി കിടക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബട്ടണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോരാൻ കഴിയും. പിന്നെ വരുന്നത് നമ്മളുടെ കേളി ബ്രേസ് ക്ലോസ് ചെയ്യാനുള്ളത്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളുടെ C++ പ്രോഗ്രാമിങ്ങിലുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ ഒരുപാട് കൺസെപ്റ്റുകൾ പുതിയതായി ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വന്നവർക്ക് പ്രത്യേകിച്ചും മനസ്സിലാക്കാനുണ്ട്. ആദ്യം തന്നെ ഉള്ളത് #include iostream.h ആണ്. ഞാൻ പറഞ്ഞു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡർ ഫയലാണ്. ഇതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി ഫങ്ഷൻസ് ആണുള്ളത്. ഞാൻ പറഞ്ഞു ഒരുപാട് ഫങ്ഷൻസ് ഈ ഓരോ ഹെഡർ ഫയലിലും ഇൻക്ലൂഡഡ് ആണ്.
നമ്മുടെ ഈ IO സ്ട്രീമിനകത്ത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി ഫങ്ഷൻസ് ആണുള്ളത്. അതായത് സി ഇൻ സി ഔട്ട് എന്നൊക്കെയാണ് നമ്മളുടെ C++ പ്രോഗ്രാമിങ്ങിനകത്ത് പറയുക. സി ഇൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യാനും സി ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ സ്ക്രീനിൽ ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഫങ്ഷൻസൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, IO സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്തിരിക്കണം. പിന്നെ വരുന്ന ഹെഡർ ഫയലാണ് #include_conio.h. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി ഫങ്ഷൻസ് ആണ്. അതായത് മറ്റിനകത്ത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് വരുമ്പോൾ ഇവിടെ കൺസോൾ ഇൻപുട്ടാണ്. അതായത് get ch, CLR, SCR, put ch അങ്ങനെ പറഞ്ഞ് കുറേ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് അതൊക്കെ തിയറിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഹെഡർ ഫയലാണ് conio.h. അപ്പോൾ നമുക്ക് ഈ get chും CLR, SCR ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, conio.h എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയൽ യൂസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയാണ് നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എൻട്രി പോയിന്റ് എന്ന് പറയുക. C++ ലാംഗ്വേജിനകത്ത് എല്ലാ പ്രോഗ്രാമിൻ്റെയും എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ മെയിൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റ് മെയിൻ, വോയിഡ് മെയിൻ, കെയർ മെയിൻ എന്നൊക്കെ കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ വോയിഡ് മെയിൻ ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പ്രത്യേകിച്ചൊരു വാല്യൂ ഇതിനകത്ത് റിട്ടേൺ ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വോയിഡ് മെയിൻ എന്ന് കൊടുക്കുന്നു. അത് കാരണം ജസ്റ്റ് നമുക്ക് സി ഔട്ട് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യാനേ ഈ ഒരു പ്രോഗ്രാമിലുള്ളൂ. എന്നാൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് അവിടെ വോയിഡ് ഒഴിവാക്കിയിട്ട് ഇൻ്റൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്പറാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ വോയിഡ് മെയിൻ ആണുള്ളത്. പിന്നെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ടാണ്. വെൽക്കം ടു C++ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് അത് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ സി ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസോളിൽ അത് പ്രിൻറ്റ് ചെയ്ത് വരും സി ഔട്ട്. പിന്നെ സീന് വരുന്ന കേസുകളുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡാറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ ഇൻപുട്ടായിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിലൊക്കെ നമ്മൾ സീനൊക്കെ വെച്ചിട്ട് ചെയ്യും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും റൺ ചെയ്യാനൊക്കെ ഉള്ളൊരു ബേസിക് ഐഡിയ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്ന get ch. ഈ get ch എന്ന് പറഞ്ഞാൽ അവർ ആ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ അങ്ങ് ബ്ലോക്ക് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, get ch യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ കൺസോൾ എന്ന് പറയുന്നത്. ടർബോ C++, CPP. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കോഡ് അതുപോലെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കമ്പൈൽ ചെയ്യുക, റൺ ചെയ്യുക C++ പ്രോഗ്രാമിങ്ങിനകത്ത് എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് മെനു മെത്തേഡ്, പിന്നെ ഒന്ന് ഷോർട്ട് കട്ട് മെത്തേഡ്. മെനു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കൺസോളിനകത്ത് നിങ്ങൾക്ക് കാണാം കമ്പൈൽ കണ്ടോ, മേലെ ഇവിടെ കമ്പൈൽ ഉണ്ട്, പിന്നെ റൺ ഉണ്ടാവുമല്ലോ, റണ്ണുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെനു മെത്തേഡിൽ ഈ കമ്പൈൽ എന്ന മെനുവിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് സബ് മെനു ആയിട്ട് കമ്പൈൽ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലിംഗ് നടക്കും. അപ്പോൾ എററൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കും. പിന്നെ ഈ പറഞ്ഞ ഇതിനകത്ത് ഈ റണ്ണ് പറഞ്ഞ മെനു ഉണ്ട്. റണ്ണ് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ റണ്ണ്, അതിന് സബ് മെനു ഇടും റണ്ണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യും. അപ്പോൾ കമ്പൈൽ ചെയ്ത് എററൊന്നും ഇല്ലെങ്കിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ റണ്ണിങ് പോസിബിൾ അല്ല. പിന്നെ ഷോർട്ട് കട്ട് മെത്തേഡാണ്. എന്താണ്, Ctrl+F9, അതായത് കൺട്രോളും F9 കീയും കൂടെ ഒപ്പം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലിങ്ങും റണ്ണിങ്ങും ഡയറക്റ്റായിട്ട് നടക്കും. അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ എറർ ഉണ്ടെങ്കിൽ എറർ കാണിക്കണ്ടാവും. വെൽക്കം ടു C++ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല, നമുക്ക് വലിയ വലിയ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും കേട്ടോ. പിന്നെന്താണ്, നമുക്ക് യൂസർ സ്ക്രീന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് Alt+F5 പറഞ്ഞ കീ അടിക്കാം. അപ്പോൾ വീണ്ടും നമ്മളുടെ യൂസർ സ്ക്രീനിലേക്ക് പോകും. അതേപോലെ തന്നെ നമുക്ക് ടർബോ C++ലേക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ബട്ടൺ അടിച്ചാൽ മതി. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. മെയിനായിട്ട് കമ്പൈലും റണ്ണും ഉള്ളത്. അതേപോലെ റൈറ്റിംഗ് അറിയണം. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറി ഇപ്പോൾ പഠിക്കും. അപ്പോൾ കമ്പൈൽ എങ്ങനെ ചെയ്യുക, റൺ എങ്ങനെ ചെയ്യുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ കുറച്ച് ലോജിക്കും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് മാനേജ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.